ആലപ്പുഴ ജില്ലയിൽ കായംകുളം അടൂർ പാതയിൽ കറ്റാനത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ആദിമൂലം വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം. പ്രധാന റോഡിനോട് ചേർന്ന് ക്ഷേത്രത്തിന്റെ കവാടം കാണാം. കവാടം കഴിഞ്ഞ് മുന്നിലേക്ക് ചെന്നാൽ ക്ഷേത്രത്തിന് അഭിമുഖമായി പരശുരാമന്റെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ പുരാതന നാഗരാജ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആദിമൂലം വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം. പരശുരാമൻ മഴുകൊണ്ട് മണ്ണ് വെട്ടിക്കൂട്ടി അതിനു മുകളിൽ നാഗപ്രതിഷ്ഠ നടത്തിയതിനാലാണ് വെട്ടിക്കോട് എന്ന പേര് ലഭിച്ചതെന്ന് ഐതിഹ്യം. ആദ്യമായി പ്രതിഷ്ഠ നടത്തിയതിനാൽ ആദിമൂലം വെട്ടിക്കോട് എന്നും അറിയപ്പെടുന്നു. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കാതുകളിൽ പുള്ളുവൻ പാട്ടിന്റെ ഈണവും മഞ്ഞളിന്റെ സുഗന്ധവും നിറഞ്ഞു നിൽക്കുന്ന വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് നിത്യവും നാഗരാജാവിന്റെ അനുഗ്രഹം തേടിയെത്തുന്നത്. കിഴക്ക് ദർശനമായ ക്ഷേത്രത്തിൽ വിഷ്ണു ഭഗവാനുമൊത്തുള്ള അനന്തനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കേരളത്തിലെ ആദ്യ തനത് രൂപത്തിലുള്ള അനന്തപ്രതിഷ്ഠയാണ് ഇവിടുത്തേതെന്ന് പുള്ളുവൻ പാട്ടിൽ പറയപ്പെടുന്നു. വെട്ടിക്കോട്ടെ നാഗരാജ പ്രതിഷ്ഠ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ തേജസ്സുകളുടെ സമന്വയമാണ്. വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിലേക്ക്. കശ്യപ പ്രജാപതിക്ക് കദ്രു എന്ന ഭാര്യയിൽ ജനിച്ച 8 പുത്രന്മാരായ നാഗരാജാക്കന്മാരിൽ ജ്യേഷ്ഠനും സർവഗുണ സമ്പന്നനുമാണ് അനന്തൻ. വിഷ്ണുവിന്റെ അവതാരമായ ശ്രീ പരശുരാമൻ ബ്രാഹ്മണർക്ക് വസിക്കുവാൻ മഴു എറിഞ്ഞ് കടലിനെ അകറ്റി കേരളം സൃഷ്ടിച്ചു. എന്നാൽ ആദ്യകാലത്ത് ഇവിടെ മനുഷ്യവാസം അസാധ്യമായിരുന്നു. കേരളമാകെ നാഗങ്ങളെയും കടലോരും കൊണ്ട് നിറഞ്ഞു. ഈ ദുരവസ്ഥ കണ്ട് മനംനൊന്ത പരശുരാമൻ മഹാദേവനോട് സങ്കടമുണർത്തിച്ചു. എന്നാൽ ഈ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാവാൻ സാക്ഷാൽ അനന്തന് മാത്രമേ കഴിയൂ എന്ന് പരശുരാമനോട് മഹാദേവൻ അരുളി ചെയ്തു. തുടർന്ന് പരശുരാമൻ ഗന്ധമാദന പർവ്വതത്തിൽ പോയി ഘോരമായി തപസ്സനുഷ്ഠിച്ച് അനന്തനെ പ്രത്യക്ഷപ്പെടുത്തി സങ്കടമറിയിച്ചു. തുടർന്ന് അനന്ത ഭഗവാൻ തന്റെ അനുയായികളെ വിട്ട് ഉച്ഛ്വാസവായു കൊണ്ട് കടലോറ് മാറ്റുകയും നാഗങ്ങളെ തന്റെ വരുതിയിലാക്കുകയും ചെയ്തു. ഇതിന്റെ പ്രതിഫലമായി പരശുരാമൻ അസുരശില്പിയായ മായനെ കൊണ്ട് അനന്തവിഗ്രഹം ഉണ്ടാക്കുകയും അനന്ത ഭഗവാനെ ആവാഹിച്ച് വെട്ടിക്കോട് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഈ മംഗളകർമ്മത്തിൽ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് ദക്ഷിണ സ്വീകരിക്കുകയും ബ്രഹ്മാവ് മുഹൂർത്തം നിശ്ചയിക്കുകയും ചെയ്തു. അങ്ങനെ വെട്ടിക്കോട് നാഗരാജാവ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ സമ്മേളനവുമായി. വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിന്റെ തെക്ക് വശത്തായി അഷ്ടനാഗത്തറ കാണാം. ഇവിടെ കശ്യപ വംശത്തിലെ അഷ്ടനാഗങ്ങളായ അനന്തൻ, ഗുളികൻ, വാസുകി, ശംഖപാലൻ, തക്ഷകൻ, മഹാപത്മൻ, പത്മൻ, കാർക്കോടകൻ എന്നിവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അഷ്ടനാഗത്തറയിൽ അഷ്ടനാഗ പൂജയും അഭിഷേകവും ഭക്തർ വഴിപാടായി നടത്തുന്നു. ഈ പൂജകൾ നടത്തിയാൽ അഷ്ടസിദ്ധി, നാഗപ്രീതി, ദോഷനിവാരണം എന്നിവയ്ക്ക് പരിഹാരമാണ്. അഷ്ടനാഗത്തറ വണങ്ങി പടിഞ്ഞാറ് വശത്തേക്ക് ചെന്നാൽ ദേവാരപ്പുരയും നിലവറയും കാണാം. പരശുരാമൻ പതിവായി പൂജകളും അനുഷ്ഠാനങ്ങളും നടത്തുവാൻ മേപ്പള്ളി ഇല്ലത്തെ ഏൽപ്പിച്ചു. 4 കെട്ടിലെ ഒരു പ്രത്യേക ഭാഗം വേർതിരിച്ച് കിഴക്ക് ദർശനമായി ഭദ്രകാളി, ദുർഗ, വിഷ്ണു, ശിവൻ, യക്ഷി, ചാത്തൻ, മൂർത്തി എന്നിവരുടെ വിഗ്രഹങ്ങൾ യഥാവിധി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇവിടെ മേപ്പള്ളി ഇല്ലത്തെ പൂജാരിമാർ ദേവന്മാർക്ക് നിവേദ്യവും പൂജകളും അർപ്പിക്കുന്നു. ഇവിടെ പ്രതിഷ്ഠയുള്ള ദേവതകളെ തേവാരങ്ങൾ എന്നറിയപ്പെടുന്നു. അതിനാൽ ഇവിടം തേവാരപ്പുര എന്നും പറയുന്നു. ക്ഷേത്രത്തിനു ചുറ്റും ധാരാളം നാഗപ്രതിഷ്ഠകളും ശില്പങ്ങളുമുണ്ട്. വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിന് 2 കുളങ്ങളാണുള്ളത്. ഒന്ന് തെക്ക് വശത്തും മറ്റൊന്ന് തെക്ക് കിഴക്കു ഭാഗത്തുമാണ്. ഐതിഹ്യമനുസരിച്ച് പരശുരാമൻ ക്ഷേത്രത്തിനായി മണ്ണ് വെട്ടിക്കൂട്ടിയപ്പോൾ ഉണ്ടായ കുളമാണിത് എന്ന് വിശ്വസിക്കുന്നു. കൂടാതെ കാവിലെ ഔഷധ മരങ്ങളുടെ വേരുകൾ കുളത്തിൽ സ്പർശിക്കുന്നതിനാൽ കുളത്തിലെ വെള്ളത്തിന് ഔഷധ ഗുണമുണ്ടെന്നും വിശ്വസിക്കുന്നു. വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിന്റെ തെക്ക് വശത്തായി ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തായി ആഗമ സർപ്പക്കാവ് കാണാം. മറ്റു സർപ്പക്കാവുകളിൽ നിന്നും ചൈതന്യത്തെ ആവാഹിച്ചു കൊണ്ടുവരുന്ന നാഗപ്രതിഷ്ഠകൾ ഇവിടെ കാവുമാറ്റി കുടിയിരുത്തുന്നു. ഇവിടെ വർഷത്തിലൊരിക്കൽ തുലാമാസത്തിലെ ആയില്യം കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയാണ് നൂറും പാലും നടത്തുന്നത്. വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിലെ പ്രധാന ആയില്യ മഹോത്സവം കന്നിമാസത്തിലെ ആയില്യം നക്ഷത്രത്തിലാണ് നടത്തുന്നത്. ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ, ഹോമങ്ങൾ, കലശപൂജകൾ എന്നിവ നടത്തി ദേവചൈതന്യം വർദ്ധിപ്പിക്കുന്നു. വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിലെ നാഗരാജാവിന്റെ എഴുന്നള്ളത്ത് വാദ്യഘോഷങ്ങളോടെ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് മേപ്പള്ളി ഇല്ലത്ത് എത്തി അവിടെയുള്ള പൂജകൾക്ക് ശേഷം തിരിച്ച് ക്ഷേത്രത്തിലേക്ക് മടങ്ങും. ഈ സർവാഭരണ വിഭൂഷിതനായി എഴുന്നള്ളുന്ന നാഗരാജാവിനെ ദർശിച്ചാൽ 1 വർഷത്തേക്ക് നാഗങ്ങളിൽ നിന്ന് വിഷഭയം ഉണ്ടാവില്ല എന്നും പറയപ്പെടുന്നു. വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിൽ സന്ധ്യയോടെ പ്രസിദ്ധമായ സർപ്പബലി ആരംഭിച്ച് 9:30 സമാപിച്ച് ബ്രഹ്മമുഹൂർത്തം വരെ നട അടയ്ക്കുന്നു. അതിനുശേഷം ശുദ്ധിക്രിയകൾ ആരംഭിച്ച് ദേവനെ ഇളനീർ, പാല് എന്നിവ കൊണ്ട് അഭിഷേകവും ചെയ്ത് പഞ്ചാമൃത നിവേദ്യം തുടങ്ങിയ പൂജകൾക്ക് ശേഷം ഉത്സവം അവസാനിക്കുന്നു. വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിൽ വഴിപാടായി 100 പാലും, സർപ്പബലി, അഷ്ടനാഗ പൂജ, രാഹുദോഷ ശാന്തി,
ചുറ്റുവിളക്ക്, തുലാഭാരം, ചോറൂണ് തുടങ്ങിയ പ്രധാന വഴിപാടുകൾ ഭക്തർക്ക് നേർച്ചയായി നടത്താം. ഞായറാഴ്ചകൾ ഇവിടെ പ്രധാനമാണ്. കൂടാതെ ശിവരാത്രിയും പ്രധാന ദിനമായി ആചരിക്കുന്നു. എല്ലാ ദിവസങ്ങളിലും അഭിഷേകം, പൂജാതി കർമ്മങ്ങൾ നടക്കുന്നു. ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ പ്രഭാത പൂജകൾ നടന്നിരിക്കണമെന്ന് നിർബന്ധമുള്ള ക്ഷേത്രമാണ് വെട്ടിക്കോട്. തുടർന്ന് മധ്യാഹ്നത്തിന് മുമ്പ് തന്നെ ഉച്ചപൂജയും നടത്തുന്നു. വൈകുന്നേരങ്ങളിൽ പ്രത്യേക പൂജകളൊന്നും തന്നെ നടത്താറില്ല. വിളക്ക് വയ്പ് മാത്രമേ ഉള്ളൂ. ക്ഷേത്രം രാവിലെ 6 മണി മുതൽ 11:30 വരെയും വൈകുന്നേരം 5 മണി മുതൽ 7:30 വരെയും തുറന്നിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.